നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ എസ് ടി പിയുടെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സുഹൃത്തിൻ്റെ പേര് ഹംസ എന്നാണ്. അദ്ദേഹം ഒരു ലീഗിൻ്റെ അനുയായിയാണ്. അദ്ദേഹം അയച്ചു തന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ എസ് ടി പി ഐയുടെ നിലവിലെ ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം മുമ്പ് കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ശ്രീ അബ്ദുൽ മജീദ് ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്ന വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്തു തരാം. 2031 കേരള നിയമസഭയിൽ എസ് ടി പി നിർണായക ഘടകമായിരിക്കും. എസ് ടി പിയുടെ MLA-മാരുണ്ടായിരിക്കും. 2047 ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും എസ് ടി പി. എന്താ സംശയം നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് 2031 കേരള നിയമസഭയിലെ നിർണായക കക്ഷിയാവും എസ് ടി പി. അതുപോലെ തന്നെ 2047, 52 ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് എസ് ടി പി മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേക്ക് പോകുമ്പോൾ ആദ്യം അത്രയും നാള് എസ് ടി പി എന്ന പാർട്ടിയെ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ നിലനിർത്തുമോ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം എസ് ടി പി പോലെ ഇങ്ങനെ പിന്നോക്ക അധസ്ഥിത ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് വരുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നിരോധിക്കുന്ന ഒരു നയം നിലവിൽ കാണപ്പെടുന്നുണ്ട്. അതിന് പല വിഷയങ്ങളും പല രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും നാൾ പോകുന്നുള്ള കാര്യം അവിടെ നിൽക്കണം. അത് വേറൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ബഹുജന മുന്നേറ്റം വരുമ്പോൾ ആ മുന്നേറ്റം ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്ത മുന്നേറ്റങ്ങളെയൊക്കെ നിരോധനത്തിലൂടെ നേരിടുന്ന ഒരു പ്രത്യേക രീതി നമ്മുടെ രാജ്യത്തും ഉണ്ട്. നമ്മുടെ രാജ്യമൊന്നുമല്ല, ലോകത്തെമ്പാടും അതുണ്ട്. റഷ്യയിൽ അതുണ്ട്. അതുപോലെ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളിലും ആ സിസ്റ്റം അവിടെ ഉണ്ട്. അതിപ്പോഴൊന്നും അല്ല, ഹിറ്റ്ലറിന്റെ കാലത്തും ഉണ്ട്, അതിന് മുമ്പും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉള്ളപ്പോൾ ഇത്ര നാൾ പോകുമെന്നുള്ള കാര്യമാണ്. അഡ്ജസ്റ്റ്മെന്റിന് ഇറങ്ങും. ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും BJP ആയിട്ട്, ലീഗായിട്ടോ അല്ലെങ്കിൽ ലീഗ് CPM, ലീഗ് BJP, ലീഗ് കോൺഗ്രസ്, തിരിച്ച് BJP കോൺഗ്രസ്, BJP CPM കോൺഗ്രസ് ഒക്കെ തമ്മിൽ അന്തർധാരകൾ സജീവമാവാറുണ്ട്. അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കാറുമുണ്ട്, കളിപ്പിക്കാറുമുണ്ട്. വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിക്കാറൊക്കെ ഉണ്ട്. പലർക്കും സംശയമാണ് ആരെങ്കിലും പറഞ്ഞ വോട്ട് മറിക്കുമോ എന്നൊക്കെ. ആ സാഹചര്യത്തിൽ ആളുകളൊക്കെ അതൊക്കെ മറിച്ചോളും. അതിന് പ്രത്യേകിച്ച് സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പൊ 2026 നമ്മുടെ കേരളത്തിലെ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നത്. അതിനുശേഷം 31 അപ്പൊ 31 കേരള നിയമസഭയിലെ നിർണായക കക്ഷി എന്നാ പറഞ്ഞത്. അപ്പൊ 31 നിർണായക കക്ഷി ആവണമെങ്കിൽ 26 നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ 2026 നിയമസഭയിൽ കേരളത്തിൽ എസ് ടി പിയുടെ ഒരു MLA ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇന്നലെ അവസാനിച്ച എസ് ടി പിയുടെ ജനമുന്നേറ്റ യാത്ര നമ്മൾ കണ്ടതാണ്. അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ജനലക്ഷങ്ങളെ അണിനിരത്താൻ എസ് ടി പിക്ക് കഴിഞ്ഞു. ഇതൊക്കെ എവിടെ വോട്ടുകളായി കാണുന്നില്ലല്ലോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. അപ്പൊ അത്തരം ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ശക്തിയായിട്ട് എസ് ടി പിക്ക് മാറാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ ഒരു നിഗമനം അതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എസ് ടി പിക്ക് പല പോക്കറ്റുകളിൽ ഇപ്പൊ മലപ്പുറം ലോക്സഭയിൽ തന്നെ അവര് 50,000-അടുത്ത് വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ മലപ്പുറം പോലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 50,000 വോട്ട് പിടിക്കുക എന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ അവിടെ എന്തുകൊണ്ട് അതിലും കൂട്ടാം 1 ലക്ഷം വോട്ട് പിടിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായിക്കൂടെ? ഈ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കാണാം. ഈ 1 ലക്ഷത്തിൽ നിന്ന് നിയമസഭയിലേക്ക് വരുമ്പോ അത്രയും വേണ്ട. 50,000 വോട്ടുകളൊക്കെ പിടിക്കുന്ന, അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരമാണെങ്കിൽ 30,000 വോട്ട് പിടിക്കുന്ന ആള് നിയമസഭ MLA ആവുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം ചെല്ലുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാം. ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ, നമ്മുടെ അടുത്ത് പടിവാതിലിൽ നിൽക്കുന്ന പാർലമെന്റ് ഇലക്ഷന് ഒരു 3.5 ലക്ഷം വോട്ട് ഒരാൾ പിടിച്ചാൽ, അല്ലെങ്കിൽ 3 ലക്ഷം വോട്ട് പിടിച്ചാൽ ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ത്രികോണ മത്സരമോ ചതുഷ്കോണ മത്സരമോ വന്ന ആ രീതിയിലേക്ക്. അപ്പൊ പാർലമെന്റിലേക്ക് എസ് ടി പിക്ക് ഒരു MBA പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നിർണായക ശക്തിയായിട്ട്, അപ്പോൾ ചിലപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിച്ചാൽ ചിലപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ വരാം.
അല്ലെങ്കിൽ CPM-ന്റെ വോട്ട് പിടിച്ച CPM സ്ഥാനാർത്ഥി പരാജയപ്പെടാം. ഇനി BJP ജയിക്കുന്ന സ്ഥലമാണെങ്കിൽ വോട്ടുകൾ ആക്കിൽ ഒരാളിലേക്ക് കൃത്യമായി പോൾ ചെയ്യിച്ച് ആ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുത്താം. അങ്ങനെയുള്ള സാധ്യതകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഈ കർണാടകയിലേക്ക് പോയാൽ കർണാടകയിൽ 5 or 6 പഞ്ചായത്തുകൾ SDPI ഭരിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഉണ്ട്, ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്, സഖ്യമായിട്ട് ഭരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട എടുത്തു നോക്കിയാൽ അതിനൊരു ഉദാഹരണമാണ്, തിരുവല്ല എടുത്തു നോക്കിയാൽ അതിന് മറ്റൊരു ഉദാഹരണമാണ്. അതുപോലെ മലപ്പുറത്തുള്ള പല മേഖലകളിലും ഈ ഒരു സഖ്യം പുറമേ എടുത്ത് അല്ലെങ്കിൽ പുറമേ വിമർശിക്കും, പുറമേ അകറ്റി നിർത്തുമെങ്കിലും അന്തർധാര പലയിടത്തും സജീവമായ സാഹചര്യങ്ങളുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ 2024 ലോക്സഭാ ഇലക്ഷൻ SDPI ഒരു നിർണായക ശക്തിയാവുകയും പല സ്ഥാനാർത്ഥികളെയും അട്ടിമറിക്കാനുള്ളൊരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്യുമെന്നാണ് ഈ കൂടിയ ജനസഞ്ചയം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ശ്രീ അബ്ദുൽ മജീദ് ഫൈസി, മുൻ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി പറയുന്നത് പോലെ തന്നെ അവരൊരു നിർണായക ശക്തിയായിട്ട് വളരുന്നുണ്ട്. ആ വളർച്ച പലരും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പലർക്കും ED ഒക്കെ വരുന്നത്. അങ്ങനെയാണല്ലോ, സോണിയാഗാന്ധിയിലത്ത് വന്നു, രാഹുൽ ഗാന്ധിയിലത്ത് വന്നു, കോൺഗ്രസിന്റെ പല നേതാക്കന്മാരത്ത് വന്നു, CPM-ന്റെ പല നേതാക്കന്മാരത്ത് വന്നു, SDPIയുടെ നേതാക്കന്മാരത്ത് വരുന്നു. അങ്ങനെ പല നേതാക്കന്മാരത്ത് ED ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ SDPI ഭരിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ശക്തിയായിട്ട് പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്ന ഒരു ശക്തിയായി SDPI മാറുകയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIക്ക് കൃത്യമായി കേരള നിയമസഭയിൽ ഒരു പ്രതിനിധി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ ജനസഞ്ചയം നമ്മളോട് പറയുന്നത് എന്നാണ് ഞാൻ നിരീക്ഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു സത്യം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക. വിമർശനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, വിമർശനങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. വിമർശനത്തിനനുസരിച്ച് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. പക്ഷെ കാണുന്നത് നമ്മൾ അതുപോലെ പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.